ഓം നമ ശിവായ. ഓം കിരാതമൂർത്തയെ നമ. ഭക്തരെ, നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായി കാണുന്ന കിരാതമൂർത്തി ക്ഷേത്രങ്ങളിലെ വളരെ പഴമയുള്ളതും ചൈതന്യമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ശ്രീ മീനൂർ തലച്ചിരാൻ ക്ഷേത്രം. നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പാലക്കാട് നിന്ന് സുമാർ 25 കിലോമീറ്റർ തള്ളി ഹരിതഭംഗികളുടെ നാടായ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയ കവാടത്തിൽ തന്നെയുള്ള ഈ ക്ഷേത്രം ആ ദേശത്തിന് തന്നെ പേരും പ്രശസ്തി നൽകുന്നതാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ഒന്ന് പോയി നോക്കാം. ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അതിവിശിഷ്ടമായ ഒരു വഴിപാടാണ് കളമ്പാട്ട് വഴിപാട്. വളരെ ചുരുക്കം ചിലർ മാത്രമേ ഇന്നിപ്പോൾ അതിൻ്റെ ആചാര്യന്മാരായിട്ടുള്ളൂ. അതിൽ തന്നെ ഒരുപാട് അവാർഡുകളും ഫെലോഷിപ്പും ഒക്കെ ലഭിച്ച ഇതിനെ പറ്റിയിട്ടുള്ള റിസർച്ച് നടത്തി ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ച് വളരെ പ്രശസ്തിയുള്ള തൃശ്ശൂരുള്ള നമ്മുടെ ഇതിൻ്റെ ആചാര്യനായ മണികണ്ഠക്കുറുപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കേട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. തൃശ്ശൂർ കാട്ടകമ്പാലിലുള്ള ശ്രീ മണികണ്ഠക്കുറുപ്പ് അദ്ദേഹം നമ്മളോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായല്ലോ നമ്മൾ കളമ്പാട്ട് വഴിപാടായി ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇതിൻ്റെ വിശേഷങ്ങളും ഇതുകൊണ്ടുള്ള ഭക്തർക്കുണ്ടാകുന്ന ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്കളുടെ വിലയേറിയ ആ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ചുള്ള അറിവും ഞങ്ങൾക്കും കൂടെ ഒന്ന് പകർന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കല്ലാറ്റി മണികണ്ഠൻ, തൃശ്ശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ എന്ന സ്വദേശത്താണ്. 40 വർഷമായി ഈ കളമെഴുത്ത് മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വേട്ടയ്ക്കൻ പാട്ട് എന്നുള്ളത് കളമെഴുത്ത് പാട്ട് വിവിധ മൂർത്തികൾക്ക് നമ്മൾ നടത്തി വരാറുണ്ട്. ഭദ്രകാളി, ശാസ്താവ്, അന്തിമഹാകാളൻ, ത്രിപുരാന്തകൻ, അങ്ങനെ അനവധി മൂർത്തികൾക്ക് നടത്തി വരാറുണ്ട്. അതിൽ ഇവിടെ നമ്മൾ നടത്തുന്നത് വേട്ടയ്ക്കൻ പാട്ടാണ്. വേട്ടയ്ക്കൻ പാട്ട് വിശിഷ്ടമായ ചടങ്ങുകളോടുകൂടി, കാരണം മറ്റുള്ള കളമ്പാട്ടുകളെല്ലാം നമുക്ക് ചുരുങ്ങിയിട്ടും വഴിപാടുകൾ ആയിട്ട് നടത്താൻ സാധിക്കും, ചടങ്ങുകൾ കുറവായി നടത്താൻ സാധിക്കും. പക്ഷെ വേട്ടയ്ക്കൻ പാട്ട് എന്നുള്ളത് അതൊരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ട് എവിടെ നടത്തുകയാണെങ്കിലും ഒരു കുറവും വരുത്താതെ, യാതൊരു ചടങ്ങുകളിലും ലോപമില്ലാതെ എല്ലാ ചടങ്ങുകളും വിപുലമായി തന്നെ നടത്തേണ്ടതായ ഒരു പാട്ടാണ് വേട്ടയ്ക്കൻ പാട്ട്. അപ്പോൾ നമ്മൾ വർഷങ്ങളായി ഇവിടെ ഇത് നടത്തി വരുന്നുണ്ട്. ഈ വേട്ടയ്ക്കൻ പാട്ട് നമ്മൾ നടത്തുമ്പോൾ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ പറയാം. അതുപോലെ തന്നെ പുതുതായി ഒരു ക്ഷേത്രം പണി ചെയ്യിപ്പിച്ച് ആ ക്ഷേത്രത്തിന് ശ്രീകോവിൽ നിർമ്മിച്ച് അത് അതിൻ്റെ പൂർണ്ണമായ പണികളെല്ലാം കഴിഞ്ഞ് ശുദ്ധി ചെയ്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തി കലശാദി ചടങ്ങുകളോട് കൂടിയിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി പൂർണ്ണമായും ഒരു ക്ഷേത്രമായിട്ട് മാറുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിലെ ദേവനെ കൊണ്ടും ക്ഷേത്രത്തിൻ്റെ ചൈതന്യങ്ങളെ കൊണ്ടും ആ ദേശത്ത് ജനങ്ങൾക്കും ദേശത്തിനും എത്രയോ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. അത്രയും അനുഗ്രഹം ഒരു ദിവസത്തെ കളമെഴുത്ത് പാട്ടുകൊണ്ട് ലഭിക്കും എന്നാണ് ഇതിൻ്റെ പുരാണങ്ങളിൽ പറയുന്നത്. പിന്നെ വേട്ടയ്ക്കൻ പാട്ടിൻ്റെ അതിലും പ്രാധാന്യമുള്ളൊരു കാര്യം സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ
പല സ്ഥലങ്ങളിലും വഴിപാടായിട്ട് വേട്ടക്കിരമ്പാട്ട് നടത്താറുണ്ട്. അത് ഒന്നുകിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നടത്തി എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവണം, എനിക്കൊരു സൽസന്താനം ഉണ്ടാവണം എന്ന് പ്രാർത്ഥനയോടുകൂടി നടത്തി അതിനുശേഷം പുത്രന്മാരെ അല്ലെങ്കിൽ കുട്ടികളുണ്ടായ ചരിത്രം ധാരാളമുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന നടത്തി കുട്ടികൾ ഉണ്ടായതിന് ശേഷം വഴിപാട് നടത്തിയിട്ടുള്ള അങ്ങനെയുള്ള ഇതും ധാരാളമുണ്ട്. അപ്പോൾ സന്താനലബ്ധിക്ക് വളരെ ഉത്തമമായ ഒരു വഴിപാടാണ് വേട്ടക്കിരമ്പാട്ട് നടത്തുക എന്നുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ രാജാവിന് പുത്രന്മാരില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം കേട്ടറിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു തറവാട്ടിൽ വസിക്കുന്ന വേട്ടയ്ക്കരൻ എന്ന് പറഞ്ഞാൽ എല്ലാക്കിലും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടുത്തെ ശ്രീകോവിലിരിക്കുന്ന കിരാതശിവനുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. തലച്ചിലവെന്ന് പറയും. ഈ തലച്ചിലവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് തലച്ചിലവെന്ന് കേട്ടാൽ കിരാത രൂപം ധരിച്ച ശിവൻ കിരാത പാർവതിയോടും കൂടിയൊപ്പം അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ പോയ സമയത്ത് അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി സ്വയം ശിവൻ ഓരോന്ന് പറഞ്ഞ് അർജുനന് കോപം വരുത്തി രണ്ടുപേരും കൂടി യുദ്ധം തുടങ്ങി. അത് മല്ലയുദ്ധത്തിലേക്ക് നടന്ന് ആ സമയത്ത് അർജുനൻ യാതൊരു ഗത്യന്തരമില്ലാതെ ശിവനടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശിവന്റെ തലയ്ക്ക് തൻ്റെ വില്ലുകൊണ്ട് അടിക്കുകയാണ്. ആ അടി കൊണ്ട് തല പൊട്ടി ശിവൻ തല പൊത്തി പിടിച്ചിരുന്ന സമയമുണ്ട്. അതാണ് തലച്ചിലവൻ. അതുപോലെ തന്നെ ആ അർജുനൻ, ഭക്തനായ അർജുനൻ അടിച്ചിട്ടുള്ള ആ ശിവന്റെ തലയിൽ പൊട്ടൽ ഇന്നുണ്ട്. ഈ അകത്തിരിക്കുന്ന ആ രൂപത്തിന്റെ ജട പൊന്തിച്ച് നോക്കിയ ആ മുറിവാടുണ്ടാവും. അത് ഉണങ്ങില്ല. കാരണം ഭക്തൻ അടിച്ച അടിയാണ്. അതൊരിക്കലും ഉണങ്ങില്ല. അത് ഭഗവാൻ അത് സൂക്ഷിച്ചു വെക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ തലച്ചിലവനായിട്ടുള്ള കിരാതമൂർത്തി, അർജുന്റെ അടി കിട്ടി തല പൊട്ടിയ ശിവൻ, ആ തലച്ചിലവൻ വേറെ എവിടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവാൻ ചിലപ്പോൾ എൻ്റെ അറിവിലില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ അത്ര അത്യപൂർവമായിട്ടുള്ള ആ അനുഗ്രഹ സ്വരൂപനായിട്ടുള്ള കിരാത ശിവൻ വസിക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ആ ശിവനെ പ്രാർത്ഥിച്ചിട്ട് രാജാവിന് സന്താനലബ്ധി ഉണ്ടാവുകയും സൽപുത്രൻ ഉണ്ടാവുകയും അത് ആ ദേവന്റെ ശക്തി മനസ്സിലാക്കി ഒരു കുടുംബത്തിനല്ലാതെ ഒരു ദേശത്തിന് മുഴുവൻ ആ ഭഗവാന്റെ ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ തലച്ചിലവൻ ക്ഷേത്രം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ സൽസന്താന ലബ്ധിക്ക് വേട്ടക്കിരമ്പാട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള നാളികേരമേറ്. നാളികേരം 3 മുതൽ 12,000 നാളികേരം വരെ എറിഞ്ഞിട്ടുള്ള കളമ്പാട്ടുണ്ട്. ഇവിടെ 1000, 1500 നമ്മൾ എറിയാറുണ്ട്. അപ്പൊ ഈ നാളികേരം എറിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ദോഷങ്ങളെ ഇല്ലാതാക്കാനാണ്, നമ്മുടെ കഷ്ടതകളെ ഇല്ലാതാക്കാനാണ്. നമ്മൾക്ക് വരുന്ന ദോഷങ്ങളെയും കഷ്ടതകളെയും ദേവന്റെ പ്രതിരൂപമായിട്ടുള്ള വെളിച്ചപ്പാട് നേരിട്ട് ദേവന് മുന്നിൽ എറിഞ്ഞുടച്ച് നമ്മുടെ കഷ്ടതകളെയും കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് സമൃദ്ധിയായിട്ടുള്ള ഐശ്വര്യങ്ങളെ നേടിത്തരാണ് ഈ ചടങ്ങ് കൊണ്ട്. ഓരോ ചടങ്ങ് കൊണ്ടും ഇതിന് നമ്മൾ രാവിലെ മുതൽ ആരംഭിക്കേണ്ടതിൻ്റെ കൂറിട്ട് ഉച്ചപ്പാട്ട്, തന്ത്രിയുടെ പൂജയോട് കൂടിയിട്ടുള്ള ഉച്ചപ്പാട്ട്, അത് കഴിഞ്ഞ് അത്താഴപൂജ കഴിഞ്ഞ് മുല്ലയ്ക്കമ്പാട്ട്, തന്ത്രിയുടെ പൂജയും പാട്ടും വെളിച്ചപ്പാടിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള മുല്ലയ്ക്കമ്പാട്ട്, അതിൻ്റെ ഒപ്പം തന്നെ മാരാരുടെ മേളം, അതിൻ്റെ ഒപ്പം വീടും കൂറും കളപ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട്, കളംപൊലി, തിരുവിച്ചില്, കളം മായ്ക്കല്, അതിൻ്റെ ഇടയ്ക്കാണ് നാളികേരെറിയല്. നാളികേരെറിഞ്ഞ് വന്ന് കളം മാച്ച് പൂർണ്ണമായും മാച്ചതിന് ശേഷം വെളിച്ചപ്പാട് എല്ലാവർക്കും കളപ്പൊടി പ്രസാദം എല്ലാം നൽകി കഴിഞ്ഞ് കൂറ വലിക്കുന്നതോടുകൂടിയാണ് ഇതിൻ്റെ സമാപനം ഉണ്ടാവുന്നത്. അപ്പോൾ അത്യപൂർവമായിട്ട് കുടികൊള്ളുന്ന ഈ തലച്ചിലവൻ നമ്മുടെ ഈ ദേശത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സന്താന ലബ്ധിയൊക്കെ ഉണ്ടായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വിശദമായി തന്നെ താങ്കൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഐതിഹ്യവും ഇതിൻ്റെ ഗുണങ്ങളുമൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞങ്ങൾക്കൊരു സംശയം കൂടി. ഈ ക്ഷേത്രത്തിൽ നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഈ വഴിപാട് നടത്താറുണ്ടോ? ക്ഷേത്രം മേൽശാന്തിയെ തന്നെ വന്ന് കണ്ട് നമ്മൾക്കത് ചെയ്യാൻ സാധിക്കുമോ? അതല്ല ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണോ? ഇതിനെക്കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം?
നമ്മൾ ഇവിടെ വാർഷികമായിട്ട് ചെയ്യുന്ന അനുഷ്ഠാന ചടങ്ങാണ് ഇവിടെ കളമെഴുത്ത് പാട്ട് എന്ന് പറയുന്നത്. അതെല്ലാ ദിക്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇവിടെ നമ്മൾ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചിട്ട് വാർഷിക ആചരണം മാത്രമായിട്ട് വർഷത്തിലൊരിക്കലാണ് ഇത് ചെയ്യുന്നത്. അത് നമ്മുടെ അണ്ടലാടി മനിക്കലെ തന്ത്രി നേരിട്ട് വന്ന് ഇവിടെ പൂജ നടത്തുകയാണ്. അല്ലാതെ മറ്റ് മേശാന്തി പറഞ്ഞു നമ്മുടെ നിത്യപൂജകളും നിത്യ ആരാധനകളുമാണ് അദ്ദേഹം മേശാന്തി നടത്തുന്നത്. ഇത് വാർഷികമായിട്ട് പ്രത്യേക ചടങ്ങുകളോട് കൂടിയിട്ട് വിപുലമായി നടത്തേണ്ട പ്രതിഷ്ഠാ ദിനത്തിനോട് അനുബന്ധിച്ച് നടത്തേണ്ട ഒരു ചടങ്ങായതുകൊണ്ട് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം അത് തന്ത്രി നേരിട്ട്, കാരണം അത് അണ്ടലാടി മണിക്കൽ തന്ത്രി എന്ന് പറയുമ്പോൾ വളരെ, കാരണം വേട്ടയ്ക്കരൻ്റെ ഉപാസകരാണ് അവരില്ലത്ത് വേട്ടയ്ക്കരനെ കുടിവെച്ച് 800-ൽ പരം വർഷങ്ങളായിട്ട് ആ ഇല്ലത്ത് ആചരിച്ച് വരണ, തലമുറകളായിട്ട് ആചരിച്ച് വരണ ഇല്ലത്തെ ഇപ്പോൾ ശ്രീ പരമേശ്വരൻ, ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് വന്നിട്ട് ആ പൂജ നടത്തുക എന്നുള്ളത് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഒന്നുകൂടി അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പ്രസാദം അതല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠാനപരമായിട്ട് എന്തെങ്കിലും വ്രതമോ ഇരിക്കലോ ഇത് ചെയ്യുന്നവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേറെ ചില ദിക്കുകളിലൊക്കെ പോയാൽ കാണാം നമുക്ക് പ്രസാദം തരും. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ടോ? നമ്മൾ സാധാരണ കളമ്പാട്ടിൻ്റെ പ്രസാദം, പ്രധാന പ്രസാദം എന്ന് പറയുന്നത് കളപ്പൊടിയാണ്. അപ്പോൾ ആ കളപ്പൊടി നമ്മൾ കൊണ്ടുപോയി ഈ വഴിപാട് കഴിച്ചവർ പ്രധാനമായിട്ടും കൊണ്ടുവയ്ക്കണം, അല്ലാത്തവർക്കും അത് വാങ്ങി സൂക്ഷിച്ച് വയ്ക്കാം. അത് 1 വർഷം വരെ അത് സൂക്ഷിച്ച് വയ്ക്കണം. കാരണം അത് ആ ദേവൻ്റെ ചൈതന്യമാണ് ആ പൊടിയിലുള്ളത്. കാരണം പഞ്ചവർണ്ണങ്ങൾ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന 5 വർണ്ണങ്ങൾ, പഞ്ചപ്രകൃതിയെയും പഞ്ചഭൂതങ്ങളെയും പഞ്ചപ്രാണനെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട്, പഞ്ചലോകങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിഗ്രഹസ്വരൂപമായിട്ടുള്ള വേട്ടയ്ക്കരൻ്റെ രൂപം നമ്മളിവിടെ വരച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ആ വരച്ചിട്ടുള്ള രൂപം ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞ ആ ചടങ്ങുകളോടുകൂടി എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം ഒരു 10 മണി 10:30 വരെ ചെയ്ത് പൂർണ്ണമായും ചടങ്ങുകൾ കഴിഞ്ഞ് അത് മാച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ ഓരോ കണികകളിലും ദേവചൈതന്യം നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ കളപ്പൊടി 1 വർഷം വരെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം. ദിവസം ഉപയോഗിക്കാം, തൊടാൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ലേശം അകത്തേക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളപ്പൊടി പ്രസാദം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 5 വർണ്ണങ്ങളെ കൊണ്ട് വരച്ച് കഴിയുമ്പോൾ ഈ 5 വർണ്ണമില്ലാത്ത 6ാമതൊരു വർണ്ണമായി മാറുന്നത് മാറ്റുമ്പോൾ അത് നമ്മുടെ എന്താണ്, ഈ വെണ്ണീറിൻ്റെ കളറാണ്, ഇല്ലെങ്കിൽ എന്താ ഭസ്മത്തിൻ്റെ കളറാണ്, ചാരനിറാണ്. ആ ചാരനിറം എന്ന് പറയുന്നത് എന്താ, പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മുടെ ശരീരം ദഹിപ്പിച്ച് കഴിയുമ്പോഴും ലഭിക്കുന്നത് ചാരനിറാണ്. ദേവനെ നമ്മൾ പഞ്ചവർണ്ണങ്ങളെ കൊണ്ട് ആലേഖനം ചെയ്ത് മാച്ച് കഴിയുമ്പോഴും ലഭിക്കുന്നത് ഇതേ നിറം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, നിന്റെ അകത്താണ് ഈശ്വരൻ ഇരിക്കുന്നത്, നിന്റെ അകത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാനും നീയും വ്യത്യസ്തനല്ല, ഒന്നാണ്. അതിൽ ഈ തിരിച്ചറിയാണ് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ പ്രസാദം കൊടുക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കൂടാതെ തന്നെ പല സ്ഥലത്തും ഇതിൻ്റെ ഒപ്പം വേട്ടയ്ക്കരൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ ലോക്കറ്റ് ഇല്ലെങ്കിൽ കോയിനോ എന്താ വെച്ചാൽ പൂജിച്ച്, പ്രത്യേകം തന്ത്രി പൂജിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൊണ്ടുപോയി ഇതുപോലെ വീട്ടിൽ ഐശ്വര്യമായിട്ട് സൂക്ഷിച്ച് വെച്ച് അത് നമ്മുടെ ദേവചൈതന്യം എന്നും വീട്ടിൽ കുടികൊള്ളാൻ ഇടയാവണം എന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള അറിവാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ ഇത് കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രക്കാരും ഇത് നമ്മുടെ ലോകത്തുള്ള എല്ലാവരെയും അറിയിക്കേണ്ട ബാധ്യത അവർക്കാണ്. ഇത്തരം സൗഭാഗ്യങ്ങൾ ഒരു കളമ്പാട്ടിലൂടെ നമ്മൾക്ക് എത്ര ഐശ്വര്യം, ഒരു സൽപുത്ര ഭാഗ്യം തന്നെ ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ്. ശാസ്ത്രം തോറ്റെടുത്ത് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിയുമെങ്കിൽ അത് എല്ലാ ഭക്തർക്കും ഒരു വലിയ
അനുഗ്രഹമാണ്. ഇവിടുത്തെ കമ്മിറ്റിക്കാരോ ക്ഷേത്രഭാരകളോ എല്ലാവരും തന്നെ ഇത് എല്ലാ ജനങ്ങളിലും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവരോട്. ഏതായാലും നമുക്ക് വിശദമായി പറയാൻ മണിയൻ്റെ അദ്ദേഹത്തിന് ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയണം. നന്ദി, നമസ്കാരം.